ദൈവവചന ധ്യാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. പല ദിവസങ്ങളായി തിരുവചനത്തിലെ വിവിധ വിഷയങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. എന്നാൽ ഇന്നു മുതൽ ബൈബിളിലെ ഒരു പുസ്തകം നാം പഠിക്കാൻ പോവുകയാണ്. ഏറെക്കുറെ ഒരു വർഷമായി ടെലിവിഷനിലൂടെ ഞങ്ങളുടെ പ്രോഗ്രാം കാണുന്നവരുണ്ട്, ഇടയ്ക്ക് വെച്ച് കാണുന്നവരുണ്ട്, ഒന്നോ രണ്ടോ മാസം മാത്രമായിട്ട് കാണുന്നവരുമുണ്ട്. എങ്കിലും അനേക വിഷയങ്ങൾ ഇതിനോടകം ഞങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് തന്നു. ഇന്നു മുതൽ നാം മറ്റൊരു നിലയിലേക്ക് നീങ്ങുകയാണ്. ബൈബിളിലെ ഒരു പുസ്തകം നാം പരിശോധിക്കാൻ പോവുകയാണ്. പഠനമാണ്. അതിനുവേണ്ടി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന ബുക്ക് യോഹന്നാന്റെ സുവിശേഷം എന്ന പുസ്തകമാണ്. നിങ്ങൾ സ്വസ്ഥമായ ഒരു ഇരിപ്പിടത്തിലിരുന്ന് ബൈബിൾ എടുത്ത് 90-ാമത്തെ പേജിലേക്ക് വരണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. നിങ്ങൾ പുസ്തകം എടുത്തെങ്കിൽ നമുക്ക് വായിക്കാം. 1 മുതൽ ചില വാക്യങ്ങൾ നാം വായിക്കാൻ പോവുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവൻ അത്രേ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു. എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു. അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുടെ വചനം പഠിക്കാൻ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഗ്രഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ ഈ പാഠം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് നാം ഇതിൽ നിന്ന് ഒരു വിഷയത്തിലേക്ക് നമ്മുടെ തിരിയുകയാണ്. യേശു ക്രിസ്തു ആര്? 2000 വർഷം മുമ്പ് ഈ മണ്ണിൽ ജനിച്ച ഒരു മനുഷ്യൻ എന്ന പൊതുവായ ധാരണയിൽ നിന്ന് വ്യത്യസ്തമായി യേശുവിൻ്റെ പൂർവാസ്തിക്യം, യേശുവിൻ്റെ മനുഷ്യത്വം, യേശുവിൻ്റെ ദൈവത്വം, യേശുവിൻ്റെ വ്യക്തിത്വം, ഈ സ്വഭാവ ഗുണങ്ങളെ ഈ വചനത്തിലൂടെ നമുക്ക് കാണാം. ദൈവവചനത്തെക്കുറിച്ച് പലപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതിനാൽ അത് ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവവചനം മാറ്റമില്ലാത്തതാണ്. ഈ വചനത്തിനകത്ത് യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയണം.
ഊഹങ്ങളും കേട്ടുകേഴ്വികളും കൊണ്ട് ഒരു കാര്യവും വിധിക്കുന്നത് ശരിയല്ലല്ലോ. ലോകത്തിൻ്റെ ഏത് മൂലയിലുമുള്ള മനുഷ്യൻ അറിഞ്ഞിട്ടുള്ള ഒരു ചരിത്രപുരുഷനാണ് ക്രിസ്തു. എല്ലാ ഗ്രാമങ്ങളിലും ഓരോ ദേവീദേവന്മാരും വിശിഷ്ട വ്യക്തികളുമുണ്ട്. പക്ഷേ ലോകം മുഴുവനും അറിയണമെന്നില്ല. എന്നാൽ യേശു ക്രിസ്തു ഭൂലോകം മുഴുവനും അറിയുന്ന ചരിത്രപുരുഷനാണ്. ക്രിസ്തുവിൻ്റെ പേരിൽ കലണ്ടർ തന്നെ നിലനിൽക്കുന്നു. AD എന്നും BC എന്നും ലോക ചരിത്രത്തെ തിരിക്കുന്ന ആ കലണ്ടർ തന്നെ ക്രിസ്തുവിൻ്റെ പേരിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു ഒരു മതത്തിൻ്റെ ആള് എന്നതിലുപരി, ഒരു സംഘടനയുടെ ആള് എന്നതിലുപരി, ഒരു പള്ളിയിൽ ഒതുങ്ങുന്നയാൾ എന്നതിലുപരി യേശു ക്രിസ്തുവിനെ നാം അറിയേണ്ടതല്ലേ? അതാണ് നമ്മുടെ ഇന്നത്തെ പഠനം. ഇവിടെ നാം ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ വിശദീകരണം കാണുകയാണ്. ഇന്ന് 18 വാക്യം വായിച്ചു. ഈ 18 വാക്യവും വിശദീകരിക്കുക അത്ര എളുപ്പമല്ല. ഈ ഒരു എപ്പിസോഡിൽ അത് തീരുകയില്ല. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ അത് വിശദീകരിക്കും. 18 വാക്യങ്ങളുടെ ആകത്തുക 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അദൃശ്യനായ ദൈവം, ദൃശ്യനായ ക്രിസ്തു. 18-ാം വാക്യം നിങ്ങളുടെ പുസ്തകത്തിൽ ശ്രദ്ധിക്കുക. ഇനി മുതൽ നാം ബൈബിൾ ക്ലാസ് ആയിരിക്കും. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ആളുകൾ വേദപുസ്തകം എടുത്ത് നോക്കണമെന്ന് ഞാൻ അപേക്ഷിക്കും. അരമണിക്കൂർ സമയം ബൈബിൾ ധ്യാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് നഷ്ടമാകില്ലല്ലോ. ഈ ബൈബിൾ പൂജിക്കാനുള്ള വിഗ്രഹമല്ല. പേടി കിട്ടുമ്പോൾ എടുത്ത് തലേണയുടെ കീഴിൽ വയ്ക്കാനുള്ള ഒരു മാന്ത്രിക ബോക്സ് അല്ല. ഇത് നമ്മുടെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് തന്നിട്ടുള്ള ദൈവവചനമാണ്. അപ്പം ഇത് വായിക്കണം. പക്ഷേ മതഗ്രന്ഥങ്ങളൊന്നും തന്നെ ഒറ്റ വായനയിൽ ആർക്കും മനസ്സിലാകുന്നില്ലല്ലോ. ദൈവവചനം വിശേഷാൽ ഒരു വ്യാഖ്യാനത്തോടു കൂടിയേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ വായിക്കുന്നയാളാണോ? ഇല്ലെങ്കിൽ ഇന്ന് തൊട്ട് തുടങ്ങാം. നിങ്ങളുടെ സുഹൃത്തുക്കളോടെല്ലാം പറയണം, പുതിയൊരു പരമ്പര ആരംഭിച്ചിരിക്കുന്നു, ശ്രദ്ധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പോൾ അദൃശ്യനായ ദൈവം, ഈ വചനത്തിന് പിൻബലം കൊടുക്കുന്ന മറ്റൊരു വചനവും കൂടെ ഞാൻ നിങ്ങൾക്ക് വേഗത്തിൽ കാണിച്ചു തരാം. ബൈബിളിലെ തീമോത്തിയോസിൻ്റെ ലേഖനം എന്നൊരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമാണ് ദൈവം. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമാണ് ദൈവം. അപ്പോൾ അദൃശ്യനായ ദൈവം വിശദീകരണത്തിന് വേണ്ടി ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നു. നിങ്ങൾ എന്നോടൊപ്പം വരണം. കഴിഞ്ഞ നാളുകളിൽ ലേക്കാൾ അല്പ വ്യത്യസ്തമായിരിക്കും ഇനി മുതലുള്ളത്. കാരണം നിങ്ങൾ പുസ്തകത്തിലൂടെ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നാം കുറേ നാളുകളായല്ലോ ദൈവവചനം കേൾക്കുന്നു. ദൈവത്തെക്കുറിച്ച് ബൈബിൾ നൽകുന്ന ചിത്രം, അതായത് നമ്മളെക്കാൾ ചെറിയൊരു ദൈവത്തെയാണ് വിളിക്കുന്നതെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴി കാണുന്നില്ല.
നമ്മൾ നമ്മളെക്കാൾ ചെറിയൊരു ദൈവത്തെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ നമ്മുടെ കാര്യം രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ മനസ്സിൽ കിട്ടിയിരിക്കുന്ന ദൈവശാസ്ത്രം നമ്മളെക്കാൾ ചെറുതാണോ, നമ്മളെക്കാൾ വൃത്തികെട്ടതാണോ, ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്കുള്ളതിനേക്കാൾ വിശുദ്ധി, നമുക്കുള്ളതിനേക്കാൾ സത്യം, നമുക്കുള്ളതിനേക്കാൾ ക്വാളിറ്റി, നമുക്കുള്ളതിനേക്കാൾ സ്നേഹം, നമുക്കുള്ളതിനേക്കാൾ ശോഭ, സത്യസന്ധത, വിശ്വസ്തത, ശക്തി, അധികാരം, ഇതുള്ള ഒരു ദൈവം അല്ലേ നമുക്ക് വേണ്ടത്? അതാണല്ലോ ദൈവം എന്ന ചിന്തയുടെ ആകത്തുക. നമ്മളെക്കാൾ നിലവാരം താന്ന ഒരു ദൈവമാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നതെങ്കിൽ നമുക്ക് അതിനേക്കാൾ ഉയരാൻ പറ്റുമോ? ഇതിൽ കൂടുതൽ എനിക്കത് പരസ്യമാക്കാൻ പറ്റൂല. കാരണം ചിലർക്ക് അതുകൊണ്ട് വേദനയുണ്ടാവും. വളരെ താന്ന സ്വഭാവമാണ് നിങ്ങളുടെ മനസ്സിൽ താലോലിക്കുന്ന ദൈവത്തിനെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ ഉയരാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ ബൈബിൾ തരുന്ന ദൈവശാസ്ത്രം, ദൈവബോധം ഞാനിപ്പോൾ കാണിച്ചു. മനുഷ്യരാരും, മാർപ്പാപ്പ മുതൽ ഭൂമിയിലെ രാജാക്കന്മാർ മുതൽ പ്രസിഡന്റന്മാർ മുതൽ ഏറ്റവും വലിയ ധനവാനായാലും കള്ളനായാലും ദരിദ്രനായാലും മനുഷ്യരാരും കാണാത്തവൻ, കാണാൻ കഴിയാത്തവനാണ് ദൈവം. അടുത്ത ചിന്ത യെശയ്യാ പ്രവചനം 40 12, പേജ് നമ്പർ 698. തൻ്റെ ഉള്ളംകൈ കൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണമെടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്യുന്ന ഇവൻ ആര്? ദൈവത്തെക്കുറിച്ച് പറയുക. ഒരു കൈ കൊണ്ട് ഈ ലോകത്തിലുള്ള സമുദ്രത്തിലെ വെള്ളം മുഴുവനും കോരിയെടുക്കാൻ പറ്റിയ കൈയുള്ള ദൈവം, ചാണുകൊണ്ട് ആകാശത്തിൻ്റെ ഡയമീറ്റർ എടുക്കുന്ന ദൈവം, ഭൂമിയുടെ പൊടി നാഴിക്കകത്തൊതുക്കുന്ന ദൈവം, പർവ്വതങ്ങൾ വെള്ളിക്കോലയിൽ തൂക്കുന്ന ദൈവം. എന്താ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഈ ഭാഗത്ത് ദൈവത്തിൻ്റെ ശക്തിയാണ് വെളിപ്പെടുത്തുന്നത്. ഇത് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയാണ്. പർവ്വതം, സമുദ്രം, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രയോഗം വെച്ചിരിക്കുക. ആകാശം. അപ്പം നിന്നേക്കാൾ എത്രയോ വലുതാണ് നിന്റെ ദൈവം. അപ്പോൾ സർവശക്തൻ എന്ന ആശയമാണ്. അടുത്ത പ്രയോഗം 13-ാം വാക്യം. യഹോവയുടെ മനസ്സറിയുകയോ അവന് മന്ത്രിയായി അവനെ വല്ലതും ഗ്രഹിപ്പിക്കുകയോ ചെയ്തവൻ ആര്? അവനെ ഉപദേശിച്ച് ന്യായത്തിൻ്റെ പാത പഠിപ്പിക്കുകയും അവനെ പരിജ്ഞാനം പഠിപ്പിച്ച് വിവേകത്തിൻ്റെ മാർഗം കാണിക്കുകയും ചെയ്തു കൊടുക്കേണ്ടതിന് അവൻ ആരോടാകുന്നു ആലോചന കഴിച്ചത്? ഈ വാക്യത്തിൻ്റെ അർത്ഥം ഞാൻ പറയാം. സർവജ്ഞാനിയായ ദൈവം അവന് ആലോചന പറഞ്ഞു കൊടുത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? ഒരു ജീവിയുണ്ടോ എന്നാണ് ചോദ്യം. അവന് മന്ത്രിയായിരുന്ന ആരെങ്കിലുമുണ്ടോ? അവൻ്റെ മനസ്സറിഞ്ഞ ആരെങ്കിലുമുണ്ടോ? അവനെ എന്തെങ്കിലും ഗ്രഹിപ്പിച്ച ആരെങ്കിലുമുണ്ടോ? അവൻ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചിട്ടുണ്ടോ? ഇവിടെ നമുക്ക് തരുന്ന ചിത്രം സർവജ്ഞാനി. സർവജ്ഞാനി. ഇങ്ങനെ ഈ പുസ്തകം മുഴുവനും ദൈവത്തിൻ്റെ വലിപ്പം വിവരിക്കുന്നു. ഞാൻ വാക്യങ്ങളെല്ലാം വായിപ്പിക്കാതെ അങ്ങ് പറയാം.
സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി. ഇതാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം. ആരംഭവും അവസാനവും ഇല്ലാത്തവൻ, എല്ലായിടത്തും ഒരേ സമയത്ത് ഉള്ളവനും ഒരു സ്ഥലത്തും ഒരു സമയത്തും ഇല്ലാതിരിക്കാൻ കഴിയാത്തവനുമാണ് സർവവ്യാപി. എല്ലാം ചെയ്യാൻ കഴിയുന്നവനും തനിക്ക് കഴിയാത്തതായി ഒന്നും അവശേഷിക്കാത്തവനുമാണ് സർവശക്തൻ. എല്ലാം അറിയുന്നവനും തനിക്കറിയാത്തതായി ഒന്നും ഇല്ലാത്തവനുമായ ഒരു വ്യക്തിയാണ് സർവജ്ഞാനി. അപ്പം ജ്ഞാനം കുറവുള്ള ഒരു വ്യക്തിക്ക് ഈ ദൈവത്തെ വിളിക്കാം. എനിക്ക് വഴിയറിയില്ല പിതാവേ എന്ന് പറയാം. എന്നാൽ എനിക്ക് മുമ്പ് മരിച്ചുപോയൊരു മനുഷ്യനെയാണ് ഞാൻ വിളിക്കുന്നതെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ നിലവാരം താന്നുപോയി. ഇതാണ് പ്രശ്നം. നിങ്ങൾക്ക് ചിന്തിച്ചാൽ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നാം 4 കാര്യം കണ്ടു. അദൃശ്യനായ ദൈവം, സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം, സർവജ്ഞാനിയായ ദൈവം. ഇതാണ് ദൈവം. ഈ ദൈവത്തെ മനുഷ്യർ കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല, കാണാൻ കഴിയുകയുമില്ല. ഈ ദൈവത്തെക്കുറിച്ച് ഈ പുസ്തകം വീണ്ടും പറയുന്നു. യെശയ്യാവ് 40:25 നോക്കാം. ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശമാക്കും? ദൈവം ചോദിക്കുകയാണ്. ദൈവത്തെ മറ്റൊന്നിനോട് താരതമ്യം ചെയ്യരുത്. ഈ ഭൂമിയിൽ കാണുന്നതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതിനെ നാം ദൈവമാക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാണാവുന്ന ഒന്നും ദൈവമല്ല. ദൈവം അദൃശ്യനാണ്. നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും? ദൈവം ചോദിക്കുക. ഞാൻ ആരോട് തുല്യനാകുമെന്ന് പരിശുദ്ധനായവൻ അരുളിച്ചെയ്യും. പരിശുദ്ധനായവൻ അരുളിച്ചെയ്യും. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധിയും വെളിപ്പെട്ടു. അത് അവൻ്റെ സ്വഭാവമാണ്. പരിശുദ്ധനായ ദൈവം അനീതി, അശുദ്ധി, വ്യാജം, വഞ്ചന, ചതി, ദോഷം ഒന്നും തീണ്ടിയിട്ടില്ലാത്ത ദൈവമാണ് പരിശുദ്ധ ദൈവം. ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവ ചിന്ത നമ്മിൽ വിശുദ്ധി ഉണ്ടാക്കും. കാരണം നമ്മുടെ ദൈവം പരിശുദ്ധനാണ്. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടെന്ന് ആ ബൈബിളിൽ വായിക്കാം. മറ്റൊരു സ്ഥലത്ത് ഞാൻ വിശുദ്ധനായിരിക്കാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വക വചനങ്ങൾ നാം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവവും അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന പുരോഗമനവുമാണ് കിട്ടുന്നത്. സർവശക്തിയുള്ള ദൈവമായതിനാൽ നിനക്ക് കഴിയാത്ത കാര്യങ്ങളിൽ അവൻ്റെ സഹായം തേടാം. സർവജ്ഞാനിയായ ദൈവമായതിനാൽ നിനക്ക് അറിയാത്ത കാര്യങ്ങളിൽ അവൻ്റെ സഹായം തേടാം. സർവവ്യാപിയായ ദൈവമായതിനാൽ നിനക്ക് എത്തുപെടാൻ മേലാത്ത മേഖലയിൽ അവൻ്റെ ഹെൽപ്പ് പ്രതീക്ഷിക്കാം. പരിശുദ്ധനായ ദൈവമായതിനാൽ നമ്മുടെ അശുദ്ധിയെ നമുക്ക് തിരുത്താൻ അത് കാരണമാകും. ഈ വക ഗുണങ്ങളുള്ള ദൈവത്തെക്കുറിച്ച് ഈ പുസ്തകം വിശദീകരിക്കുന്നു. വീണ്ടും പറയുകയാണ്, നിങ്ങൾ കണ്ണ് മേലോട്ടുയർത്തി നോക്കുവീൻ. ഇവയെ സൃഷ്ടിച്ചതാര്? അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെയെല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവൻ്റെ വീര്യ മാഹാത്മ്യ നിമിത്തവും അവൻ്റെ ശക്തിയുടെ ആധിക്യ നിമിത്തവും അവയിലൊന്നും കുറഞ്ഞു പോകുകയില്ല. ഞാനൊന്നുകൂടെ വായിക്കട്ടെ.
നിങ്ങൾ കണ്ണ് മേലോട്ടുയർത്തി നോക്കുവിൻ, ഇവയെ സൃഷ്ടിച്ചത് ആര്? സുഹൃത്തുക്കളെ, നമ്മളെല്ലാം കീഴോട്ടാണ് നോക്കുന്നത്. നമുക്ക് മണ്ണിനോടാണ് അടുപ്പം. അതൊരു പരിധി വരെ വേണം. അത് കഴിഞ്ഞ് നാം വിണ്ണിലേക്ക് നോക്കണം. മനുഷ്യൻ മണ്ണിലേക്ക് നോക്കണം, കാരണം മണ്ണിൽ നിന്നാണ് അവൻ വന്നത്. എന്നാൽ അവൻ പോണത് വിണ്ണിലേക്കാണ്. ശരീരം മണ്ണിലേക്ക് പോകുന്നേ ഉള്ളൂ, ആത്മാവ് ദൈവത്തിങ്കിലേക്ക് പോകും. അപ്പം മനുഷ്യനോട് ദൈവം പറയുകയാണ്, മണ്ണിലേക്ക് നോക്കുക എന്ന് ഞാൻ അർത്ഥമാക്കിയത്, ഇവിടത്തെ ജീവിത സുഖമാണ് എല്ലാവരുടെയും കണ്ണിനകത്ത്. പണം, സുഖം, സ്ഥാനം, അധികാരം, ഡാഷ് ഡാഷ് ഡാഷ്. ദൈവം തമ്പുരാൻ പറയുന്നു, നിങ്ങൾ കണ്ണ് മേലോട്ടുയർത്തി നോക്കുകയും ഇവയെ സൃഷ്ടിച്ചതാര്? മേലോട്ട് നോക്കിയാൽ എന്താ കാണുക? നക്ഷത്രങ്ങൾ. നിങ്ങളതിനെ കണ്ടിട്ടില്ല. നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് എത്രയായിരം എത്ര ലക്ഷം കിലോമീറ്റർ അകലെയാണ് അവൻ നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. നമുക്കൊരു ഗ്രാഹ്യമില്ലാത്ത അനവധി ഗോളങ്ങൾ തലയ്ക്ക് മുകളിൽ നിൽപ്പുണ്ട്. ഇതൊക്കെ ചുമ്മാതെ ഉണ്ടായതാണെന്ന് പറയണമെങ്കിൽ മന്ദബുദ്ധിയാകണം. എത്ര സിസ്റ്റമാറ്റിക്കായിട്ടാണ് ആകാശത്തെ വിരിച്ചിരിക്കുന്നത്, എന്നാ ലൈറ്റ് അറേഞ്ച്മെൻ്റാണ്. മുകളിലേക്ക് നോക്കിയാൽ എത്ര മനോഹരമാണ്. ശാസ്ത്രം കുറേയെല്ലാം കണ്ടുപിടിച്ചു, ഇത് സഞ്ചരിക്കുന്നുണ്ടെന്നും ഇത് ഒരിടത്ത് തന്നെ നിൽക്കുകയല്ല എന്നും ഒക്കെ കണ്ടുപിടിച്ചപ്പം അത്ഭുതത്തിൻ്റെ ആഴം കൂടുക. പക്ഷേ അതിൻ്റെ പവർ ഏതാ? തേണ്ട ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവിൻ, ഇവയെ സൃഷ്ടിച്ചതാര്? അവൻ അവയുടെ സൈന്യത്തെ, നക്ഷത്ര സമൂഹത്തെയാ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുന്നു. അപ്പം ഇത് സഞ്ചരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ബൈബിളിൽ എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം ബൈബിൾ കൊണ്ട് നടക്കുന്നവർക്ക് പോലും അറിയില്ല. അതുകൊണ്ടാണല്ലോ ശാസ്ത്രജ്ഞന്മാരെ കൊല്ലുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്ത ചരിത്രം ക്രിസ്തീയ സഭയ്ക്ക് ഉണ്ടല്ലോ, നാണം കെട്ട ചരിത്രം. ഭൂമി ഉരുണ്ടതാണെന്നും ഈ ഗോളങ്ങളൊക്കെ സഞ്ചരിക്കുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞ ആളുകളെ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ട്. നമ്മളതിന് മാപ്പ് പറഞ്ഞേ പറ്റൂ. ബൈബിളിൽ അങ്ങനെ ഇല്ലെന്നാണ് നമ്മൾ ധരിച്ചത്. അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുന്നു, അവയെ എല്ലാം പേർ ചൊല്ലി വിളിക്കുന്നു. അടുത്ത വചനം ശ്രദ്ധിക്കണം, ഇന്നത്തെ സമയം തീരുന്നു. അവൻ്റെ വീര്യമാഹാത്മ്യ നിമിത്തവും അവൻ്റെ ശക്തിയുടെ ആധിക്യ നിമിത്തവും അവയിലൊന്നും കുറഞ്ഞു കാണുന്നില്ല. ഈ സൗരയൂഥത്തെ അതിവേഗത്തിലുള്ള ചലനത്തിൽ തെറ്റുപറ്റാതെ, ആക്സിഡൻറ്റുകൾ, അപകടങ്ങൾ ഉണ്ടാകാതെ, ട്രാക്ക് തെറ്റാതെ, ആകർഷണ വലയത്തിനകത്ത് തന്നെ നൂറ്റാണ്ടുകളായിട്ട് നിർത്തിയിരിക്കുന്ന കാന്തികത, അതിൻ്റെ ശക്തി സാക്ഷാൽ സൃഷ്ടാവിൻ്റെ ശക്തിയാണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവൻ്റെ ഭുജമാഹാത്മ്യത്താലും അവൻ്റെ ശക്തിയുടെ ആധിക്യത്താലുമാണ് സൗരയൂഥം കൃത്യമായി ചലിക്കുന്നത്. നമ്മൾ ആരെക്കുറിച്ച് പഠിക്കുന്നു? സർവശക്തിയുള്ള ദൈവത്തെക്കുറിച്ച്, സർവജ്ഞാനിയായ ദൈവത്തെക്കുറിച്ച്, സർവവ്യാപിയായ ദൈവത്തെക്കുറിച്ച്, അദൃശ്യനായ ദൈവത്തെക്കുറിച്ച്, പരിശുദ്ധനായ ദൈവത്തെക്കുറിച്ച്. തീർന്നില്ല, ആശയങ്ങൾ ഇനിയും പറയാനുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ നിർത്താം. ദൈവത്തെക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തുടങ്ങി ആദിയിൽ ദൈവമുണ്ടായിരുന്നു എന്നുള്ള ആ ഭാഗത്ത് ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന കാര്യം എന്താണെന്നും പഠിക്കാൻ പോവുക. ദയവായി ഒരു അപേക്ഷയുണ്ട്, ഇനിയുള്ള ദിവസങ്ങളിൽ തുടർച്ചയായി കേൾക്കാൻ ശ്രമിക്കണം. മുടങ്ങാതിരുന്നാൽ നല്ലത്, എങ്കിലും ചിലപ്പോഴൊക്കെ മുടങ്ങുമല്ലോ. കഴിയുമെങ്കിൽ തുടർച്ചയായി കേൾക്കുകയും നോട്ട് എഴുതുകയും ചെയ്യുക.
യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രസ്താവനയാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. യേശുക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തി. ഇതാണ് ചിന്താവിഷയം. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഈ അവസരം ഞങ്ങൾക്ക് ദാനമായി തന്നതിനാൽ സ്തുതിക്കുന്നു. അവിടുത്തെ വചനത്തിൻ്റെ ശക്തി ഗ്രഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഇന്ന് ഈ വചനം കേട്ടവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മനസ്സിലുള്ള ദൈവം ഞങ്ങളെക്കാൾ ചെറുതാണോ? ഞങ്ങളെക്കാൾ നിലവാരം കുറഞ്ഞതാണോ? സ്വഭാവശുദ്ധി കുറഞ്ഞതാണോ? അതോ പരിശുദ്ധനും സർവശക്തനും സർവവ്യാപിയുമായ ദൈവത്തെക്കുറിച്ചുള്ള വെളിച്ചം, പരിജ്ഞാനം ഞങ്ങൾക്കുണ്ടോ എന്നുള്ള ഒരു വിലയിരുത്തൽ ഈ ക്ലാസ്സിലൂടെ തരുന്നതിനാൽ സ്തുതിക്കുന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവനും തൻ്റെ ഭുജമാഹാത്മ്യത്താലും കരത്തിൻ്റെ ശക്തിയാലും നിയന്ത്രിക്കുന്ന മഹാദൈവമേ, അങ്ങയുടെ സർവജ്ഞാനത്തിൻ്റെയും സർവശക്തിയുടെയും മുമ്പിൽ ഞങ്ങൾ വണങ്ങുന്നു. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നിങ്ങളുടെ വളരെ ആത്മാർത്ഥമായ ശ്രദ്ധയ്ക്ക് നന്ദി. കത്തുകൾ അയയ്ക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക. എൻ പിതാവേ, എൻ യഹോവേ,